കോവിഡ് കാലം വല്ലാത്തൊരു കാലം. കാരണം ആ, മനുഷ്യന് വല്ലാത്തൊരു അനുഭവമുള്ള കാലമായിരുന്നു. കോവിഡിൽ നമ്മൾ കേട്ടിട്ടില്ലോ കോവിഡ് അങ്ങനെ രോഗങ്ങളൊന്നും. ബോഡി കണ്ടാൽ ഇല്ലെങ്കിൽ കോവിഡുള്ള ഒരാളെ നോക്കിയാൽ നമ്മൾ കോവിഡ് വന്ന് മരിക്കും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നല്ലോ. അപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് കോവിഡ് ബോഡി ദഹിപ്പിക്കുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു? നല്ല പേടിയുണ്ടായിരുന്നു, ചില്ലറ പേടിയൊന്നുമല്ല. അപ്പോഴാണ് ആലോചിച്ചത്, മരിച്ചുപോയ ആരും കാണാൻ പറ്റില്ലല്ലോ. അപ്പം മരണത്തെക്കുറിച്ച്, എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, കോവിഡ് ബോഡി അത് നമ്മളിപ്പോൾ ശ്മശാനത്തിൽ വെച്ചിട്ട് തന്നെ മരിച്ചു വീഴാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അത് ചെയ്തു കൊടുക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കോവിഡിനെ മറക്കണ്ടേ. പക്ഷെ ഇത് കൂടെ വരികയാണ്. ഈ ആദ്യത്തെ കേസൊക്കെ ഞാൻ ചെയ്തത് മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടാണ്. കാരണം 3-4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ക്രിമറ്റോറിയം കേടുവരുത്തിയിട്ടു എന്ന് പറഞ്ഞാൽ, അതായത് ചെയ്തു കൊടുക്കേണ്ടി വരികയോ അവിടെ ഇടപെടുകയോ ചെയ്തിട്ട് അവർക്ക് അസുഖമായി മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ക്രിമറ്റോറിയം കേടുവരുത്തിയില്ല, പല ശ്മശാനങ്ങളും പൂട്ടി. അങ്ങനെ എന്നോട് വിളിച്ച് DMO പോലീസ് ഓഫീസർമാർ. അപ്പം അന്ന് വേറൊരു സംഗതി ഉണ്ടായത്, എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് 12 അടി ആഴത്തിൽ മറവ് ചെയ്യണമെന്നാണ്. ഞാൻ പറഞ്ഞു, മറവ് ചെയ്യൽ അത് അങ്ങനെയാണ് പറഞ്ഞത്. അത് കോവിഡായിട്ട് ആദ്യം മരിച്ചത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലത്തെ ആരായിരുന്നുകൊണ്ട് അവർക്ക് പറഞ്ഞൊരു സിസ്റ്റമാണ് അവർ പിന്നീട് ചെയ്യണം. ഞാൻ പറഞ്ഞു, അല്ല ദഹിപ്പിക്കുകയല്ലേ ചെയ്യണ്ട, എന്തെങ്കിലും നടക്കുമോ നോട്ടെ, ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ലാതെ വന്നാൽ ചെയ്തു കൊടുക്കണം പറഞ്ഞു. ഞാൻ ആന്നും പറഞ്ഞു. അന്ന് എനിക്ക് കോവിഡിനെ പറ്റി അറിയില്ലായിരുന്നു. എന്തൊരു അസുഖം, പണ്ട് നിപ വൈറസ് വന്ന സമയത്തുണ്ടായിരുന്നു പോലെ. പിന്നെ രാത്രി വന്നു ചെയ്തു. ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ പിന്നീട് പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഐവർമഠത്തിൽ ചെയ്തു പറഞ്ഞപ്പോൾ ഇവിടെ ആളുകൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി. എവിടെയോ മരിച്ചൊരു ബോഡി ഇവിടെ കൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? പൈസയും കൂടി കിട്ടിയില്ല കേട്ടോ. അതായത് അതിനൊന്നുള്ള ആളുകളില്ല. ഒരു വണ്ടിയിൽ വന്നു, ഒരു പോലീസുകാരനോ ആരും ഉണ്ടായിരുന്നു, നമ്മളെടുത്തു, നമ്മൾ വെച്ചു, ദഹിപ്പിച്ചു. ഞാനത് ചേതയിൽ വെച്ച് തീ കൊടുത്തും പോയിക്കൊള്ളാനും പറഞ്ഞവരോട്. ഞാനത് കഴിഞ്ഞ് ഇവിടെ ഇരുന്നു. അന്നൊന്നും അതിൻ്റെ ഗൗരവം അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് വല്ലാത്തൊരു മാരക രോഗം, ലോകം മുഴുവൻ വന്നൊന്നും മരണം ഉറപ്പാണെന്ന് മനസ്സിലായപ്പോൾ സഹായിക്കാനും ആരും വരില്ലല്ലോ. വല്ലാത്തൊരു കാലമായിരുന്നു. പിന്നീട് കുറച്ച് ആളുകളൊക്കെ എന്നെ സഹായിക്കാനൊക്കെ വന്നു. ഏതാണ്ട് 1 വർഷത്തോളം ഞാൻ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് കോവിഡ് വന്ന് കിടപ്പിലായി. ഇവിടുത്തെ കാര്യം ബുദ്ധിമുട്ടായി. അപ്പോഴേ ആരൊക്കെയോ സഹായിച്ചിങ്ങനെ, അത് വല്ലാത്തൊരവസ്ഥ. കാരണം ബോഡിയൊന്നും എടുത്ത് വെക്കാൻ കൂടി ആളില്ലാതെ വരിക. പിന്നെ ഒരു ഭാണ്ഡം നമ്മൾ വലിച്ചെറിയുന്ന പോലെ, ഒരു എറിയുന്ന പോലെയാണ്, എടുത്ത് വെക്കലൊന്നുമല്ല. പിന്നെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി പെശകാണ്, ബ്രീത്ത് ചെയ്യാനൊന്നും പറ്റാതെ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു മരണം. അപ്പോൾ പേടിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മരിക്കുന്നു പറയുമ്പോൾ എല്ലാവർക്കും പേടി വരുന്നുണ്ട്. അത് ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ചെറിയൊക്കെ വന്നു. അതിന് രക്ഷപ്പെട്ട് അങ്ങനെ പോന്നു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇവിടെ ചെയ്യാൻ തുടങ്ങി. 2 തവണ വല്ലാതെ അധികമായി. ആളുകൾക്ക് ഈ മരിക്കുന്നൊരു വിഷയം വന്നപ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ പെരുമാറ്റം ഭയങ്കരമാണ്. അച്ഛനെയും അമ്മയൊന്നും മരിച്ചിട്ടും കാണാൻ പറ്റാത്തൊരവസ്ഥ, കർമ്മം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ജനം അതും മറന്നു. മറക്കണമല്ലോ.